ഒരു കലാപ്രതിഭയെ കൂടി മീഡിയ വിഷൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ്. സഞ്ജയ് സുരേഷ് മൃദംഗത്തിൽ 3 തവണ തുടർച്ചയായി എ ഗ്രേഡ് നേടി കണ്ണൂർ ജില്ലയിൽ നിന്നും വരുന്ന സഞ്ജയിൻ്റെ വിശേഷങ്ങളാണ് പ്രേക്ഷകർക്ക് മുൻപിൽ മീഡിയ വിഷൻ എത്തിക്കുന്നത്. പേരെന്ന് പറയൂ. പേര് സഞ്ജയ് സുരേഷ്. മൃദംഗം 3 വർഷമായി തുടർച്ചയായിട്ട് നേടുകയാണ്. എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ പയ്യന്നൂർ രാജമാസ്റ്ററുണ്ട്. മാഷനും അതുപോലെ തന്നെ അച്ഛനമ്മക്കും വലിയൊരു നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. കാരണം 3 വർഷമായിട്ട് മാഷിൻ്റെ വലിയൊരു എഫേർട്ടും അതുപോലെ തന്നെ അച്ഛൻ്റെ അമ്മയുടെയും പിന്നെ എപ്പോഴും സപ്പോർട്ടും ക്ലാസ്സിന് കൊണ്ടുപോകാറും പിന്നെ ഫുൾ ടൈം പ്രാക്ടീസ് ചെയ്യാനുള്ള ഒക്കെ നൽകുന്നത് അച്ഛനും അമ്മയും മാഷും ഒക്കെയാണ്. അപ്പോൾ എന്തായാലും മാഷിനോടും എൻ്റെ അച്ഛനമ്മയോടും എപ്പോഴും ഒരുപാട് അധികം നന്ദി കടപ്പാട് എപ്പോഴും ഉണ്ടാവും. ഒരുപാട് സന്തോഷം. പ്ലസ് 1 ആണ് പഠിക്കുന്നത്. അതെ, മമ്മറം ഹയർ സെക്കൻഡറി സ്കൂൾ. അതെ. അപ്പോൾ സ്കൂളിൽ കണ്ണൂരിന് ജില്ലയ്ക്ക് വേണ്ടി പോയിന്റ് നേടിക്കൊടുക്കാൻ സാധിച്ചു. ആ ഒരു അഭിമാനമുണ്ട്. ഒരുപാട് അഭിമാനമുണ്ട്. കഴിഞ്ഞ തവണ കിട്ടിയപ്പോഴും ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. ഞാൻ കണ്ണൂരിന് സ്വർണ്ണ ട്രോഫി കിട്ടാൻ കാരണം അതിൽ ചെറിയൊരു കാരണം ഞാനും കൂടി ഉണ്ടല്ലോ ആലോചിക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷമുണ്ട്. സ്കൂളിലെ അധ്യാപകരുടെ സ്കൂൾ അധ്യാപകർ ഒരുപാട് വലിയ സപ്പോർട്ടാണ് അവരെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. സബ് ജില്ലയാണെങ്കിലും ജില്ലയാണെങ്കിലും ഇപ്പോൾ സ്റ്റേറ്റ് വരികയാണെങ്കിലും ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും റൂമും ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാഷ്മാരോടും ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുന്നു. എങ്ങനെയാണ് മോൻ്റെ പെർഫോമൻസ് കണ്ടിരുന്നത്? തീർച്ചയായിട്ടും നന്നായി പെർഫോം ചെയ്യാൻ പറ്റി. അത് കുറേ മറ്റുള്ള എൻ്റെ പേര് സുരേഷ് എന്നാണ് പേര്. ഞാൻ സംഗീത മേഖലയിൽ തന്നെയാണ്. ഞാൻ കീബോർഡ് ആർട്ടിസ്റ്റാണ്. മറ്റുള്ള കുട്ടികൾ നന്നായി പെർഫോം ചെയ്തു. നല്ലൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. എല്ലാവർക്കും എ ഗ്രേഡ് പലർക്കും കിട്ടിയിട്ടുണ്ട്. മോൻ കുഴപ്പമില്ലാണ്ട് നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ കുറേ വർഷമായിട്ടുള്ളൊരു അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളായിട്ടുള്ളൊരു കുറേ വർഷമായിട്ടുള്ളൊരു പ്രയത്നത്തിൻ്റെ അങ്ങനെ ഒരു റിസൾട്ട് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അത്ര എങ്ങനെയാണ് രാവിലെ ക്ലാസ്സിൽ ഇപ്പോൾ സ്കൂൾ പ്ലസ് 1ഉം ഈ ഒരു സംഗീതവും എല്ലാം കൂടി മിക്സ് ചെയ്ത് പോകും? അതെ, രണ്ടും കൂടി കൊണ്ടുപോകണം. അതാണ് ക്ലാസ്, പിന്നെ ഡെയിലി പ്രാക്ടീസും വേണം. പിന്നെ ക്ലാസ്സിന് കൊണ്ടുപോകലും ബാക്കി കാര്യങ്ങളെല്ലാം വൈഫാണ്. അഞ്ജലി. സപ്പോർട്ട് വലിയ ഹൗസ് വൈഫാണോ അതോ ജോലി? ഹൗസ് വൈഫാണ്. ഒരുപാട് സന്തോഷം മോനെ ഈ നിലയിൽ എത്തിക്കാൻ പറ്റിയതിൽ ഒരു അമ്മ എന്ന നിലയിൽ, പേരൻസ് എന്ന നിലയിൽ ഒരുപാട് സന്തോഷം. അവന് പാട്ടും പാടാറുണ്ട്. ഇപ്പോൾ ജില്ല വരെ ലളിതഗാനത്തിന് ശാസ്ത്രീയ സംഗീതത്തിനൊക്കെ സെക്കൻഡ് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം 2 വരി ലളിതഗാനത്തിന് 4 വരി പാടിയിട്ടുണ്ട്. ഇത്തിരി പൂവിനെ മുത്തിയുണർത്തുവാൻ ശ്രാവണ പൗർണമി താഴെ വന്നു. മുറ്റത്തു നിൽക്കുമാ കറ്റക്കിടാവിനെ ഒത്തിരി ഇഷ്ടമെന്നോതിമെല്ലെ, ഒത്തിരി ഇഷ്ടമെന്നോതിമെല്ലെ. അപ്പോൾ ലളിതഗാനത്തിന് ജില്ലയിൽ സെക്കൻഡ് എ ഗ്രേഡ്, ശാസ്ത്രീയ സംഗീതത്തിന് സെക്കൻഡ് എ ഗ്രേഡ്. അടുത്ത വർഷം നമുക്ക് ഫസ്റ്റാക്കി മാറ്റാം. തീർച്ചയായും നന്നായിട്ട് ശ്രമിക്കും. ഏതായാലും നമുക്ക് മൃദംഗത്തിൻ്റെ ഒരു കുറച്ച് ഭാഗം പ്രേക്ഷകർക്കായി കാണിക്കാം അല്ലേ? ഓക്കെ, ഏതായാലും സഞ്ജയ് അതിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ പ്രേക്ഷകർക്കായി കാണിക്കാൻ പോവുകയാണ്.
സഞ്ജയിൻ്റെ പ്രകടനമാണ് പ്രേക്ഷകർ കണ്ടത്. 3 തവണ ഈ ഒരു മൃദംഗ മത്സരത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചു എന്നുള്ള സന്തോഷത്തിലാണ് സഞ്ജയ് ഇവിടെ തിരുവനന്തപുരത്ത് എത്തുന്നത്. ബരട, ഇത് മൃദംഗത്തിൽ 1ാം സമ്മാനം ലഭിച്ച സഞ്ജയ്, അവൻ തന്നെ ഇത് കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം ഉണ്ടല്ലോ. അപ്രതീക്ഷിച്ചും വളരെയധികം മേലോട്ട് നല്ല സാഹചര്യമുണ്ട്. കാരണം ഒന്ന് കണ്ണൂർ ഏറ്റവും നല്ല സ്ഥലമാണ്. എന്നിട്ട് അതിനിടയ്ക്കുള്ള എല്ലാവരും എല്ലാം കണ്ടില്ലേ, 3 ആൾ കണ്ടു അറിയാം. മക്കള്, അച്ഛൻ, അല്ലേ, അമ്മ, ഫുൾ സപ്പോർട്ട്, വളരെ നല്ല ടീച്ചറുണ്ട്. അമ്മയുടെ സപ്പോർട്ടിലാണ് ജയിച്ച് വരുന്നത് എന്നാണ്. അച്ഛനും സംഗീതജ്ഞനാണ് എന്നാണ് പറയുന്നത്. പറയേണ്ട ആവശ്യമില്ല പിന്നെ, അല്ലേ. എപ്പോഴും രക്ഷിതാക്കളാണ് ഇവർക്ക് റോൾ മോഡല്. അപ്പോൾ ആ റോൾ മോഡൽ നന്നായി കാണുന്നുണ്ട്, ഇവിടെ നന്നാവും തീർച്ചയായും. വ്യക്തമാണ്. ഏതായാലും കെയർ ഗ്രൂപ്പിൻ്റെ ഒരു ഉപഹാരം സഞ്ജയിന് നൽകുകയാണ് കെയർ ഗ്രൂപ്പ് ചെയർമാൻ കെയർ ബാലൻ. നമുക്കറിയാം, പ്രമുഖ വ്യവസായിയാണ് കെയർ ബാലൻ. അദ്ദേഹം കേരളത്തിലുടനീളം ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത അദ്ദേഹം കുട്ടികൾക്കുള്ള ഒരു പ്രോത്സാഹനം നൽകുകയാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രചോദനം നൽകുവാനാണ് അദ്ദേഹം ഈ ഒരു സംസ്ഥാന കലോത്സവ വേദിയിലെത്തിയിരിക്കുന്നത്. അദ്ദേഹം സഞ്ജയിന് ഉപഹാരം നൽകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്.